ദേവീ ശരണം അമ്മേ ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജ്ഞേ യോഗസംഭൂതേ മഹാലക്ഷ്മീ നമോസ്തുതേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധം അഷ്ടമ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മലോകത്തിലേക്ക്, സത്യലോകത്തിലേക്ക്, മനുഷ്യലോകത്തിലിരിക്കുന്നതായിട്ടുള്ള രേവതന് തൻ്റെ പുത്രിയുമായിട്ടെങ്ങനെ പോകാൻ കഴിഞ്ഞു എന്ന സംശയ നിവാരണമാണ് വ്യാസൻ ചെയ്തത്. ആ ഭാഗങ്ങളാണ് അവലോകനം ചെയ്ത് നിർത്തിയത്. കേട്ടുകൊണ്ടിരുന്ന ജനമേജയൻ ചോദിക്കുന്നു, രേവത മഹാരാജാവ് തൻ്റെ പുത്രിയായിട്ടുള്ള രേവതിയെ കൂട്ടിക്കൊണ്ട് ബ്രഹ്മലോകത്തേക്ക് ചെന്നുവല്ലോ. അതിൽ പിന്നീട് ആ രാജാവ് എന്താണ് ചെയ്തത്? ബ്രഹ്മാവ് എന്താണ് ഉപദേശിച്ചത്? മകളെ പിന്നെ ആർക്കാണ് അദ്ദേഹം വിവാഹം ചെയ്തു കൊടുത്തത്? അതെല്ലാം വിസ്തരിച്ച് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ വ്യാസൻ തുടങ്ങി. രാജൻ കേട്ടുകൊള്ളൂ രേവതൻ്റെ ആ കഥ. പുത്രിയുടെ വരൻ ആരായിരിക്കണം എന്ന് ചോദിക്കാനായിട്ടാണല്ലോ ബ്രഹ്മലോകത്തിലേക്ക് പോയത്. അവിടെ എത്തിയപ്പോൾ ആ ബ്രഹ്മസദസ്സിൽ ഗാനാലാപനം നടക്കുകയായിരുന്നു. അത് കേട്ട് ആകൃഷ്ടനായി അദ്ദേഹം അവിടെ തന്നെ നിന്നുപോയി. പുത്രിയുമായിട്ട് ബ്രഹ്മസഭയിൽ ചെന്ന് അദ്ദേഹം ആ ഗാനം കേട്ട് ആസ്വദിച്ച് തൃപ്തനായി. ആ ഗാനമെല്ലാം അവസാനിച്ചപ്പോൾ അദ്ദേഹം ബ്രഹ്മാവിനെ തൊഴുതു നമസ്കരിച്ചു. പുത്രിയെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് താൻ വന്ന കാര്യം പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവിനോട് പറഞ്ഞു. ഇവളെൻ്റെ മകളാണ്. ഇവളുടെ വരൻ ആരായിരിക്കണം എന്ന് പറഞ്ഞാലും ഇവളെ ഞാൻ ആർക്കാണ് വിവാഹം ചെയ്ത് കൊടുക്കേണ്ടത്? അത് അറിയാനായിക്കൊണ്ടാണ് അങ്ങയുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. നല്ല കുലത്തിലൊക്കെ ജനിച്ച അനേകം രാജാക്കന്മാരുടെ കുമാരന്മാരെയൊക്കെ ഞാൻ ഭൂമിയിൽ കണ്ടു. പക്ഷേ ആരിലും എൻ്റെ മനസ്സ് സന്തോഷപ്പെട്ടിട്ടില്ല. അങ്ങയോട് ചോദിക്കാനാണ് ഞാൻ വന്നത്. ഇവൾക്ക് യോജിച്ച രാജകുമാരൻ ആരാണ് എന്ന് കൽപ്പിച്ചു പറയുക. നല്ല കുലീനൻ, ബലവാൻ, സർവലക്ഷണങ്ങളും തികഞ്ഞവനായിരിക്കണം. ദാനശീലനും ധർമ്മശീലനുമൊക്കെ ആയ ഒരു രാജകുമാരനെ നിർദ്ദേശിച്ചാലും എന്ന് തൊഴുതു നമസ്കരിച്ചു. രാജാവിൻ്റെ വാക്കുകളെ കേട്ട ബ്രഹ്മാവ് ചിരിച്ചുകൊണ്ട് ഉത്തരം പറയാൻ തുടങ്ങി. ചിരിക്കാനുള്ള കാരണം പറയണു. ഹേ രേവത, ഏതെല്ലാം രാജകുമാരന്മാരെയാണോ അങ്ങ് വരന്മാരായി അങ്ങയുടെ മനസ്സിൽ കണ്ടുവച്ചത്, അവരെയും അവരുടെ പിതാക്കന്മാരെയും പൗത്രന്മാരെയും ബന്ധുക്കൾ ഉൾപ്പെടെ സകലരെയും കാലം വിഴുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നിലവിലുള്ളത് 27ാമത്തെ ദ്വാപരയുഗമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ പോയിട്ട് യുഗം തന്നെ കഴിഞ്ഞിരിക്കണു എന്നർത്ഥം. കാരണം ബ്രഹ്മലോകത്തിലെ സമയവും മനുഷ്യലോകമായിട്ടുള്ള ഈ ഭൂലോകത്തിലെ സമയവും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ പോയി ഗാനമെല്ലാം ആസ്വദിച്ച് കേട്ട് ബ്രഹ്മാവിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വരുമ്പോഴേക്കും യുഗങ്ങൾ തന്നെ കടന്നു പോയിരിക്കണം. ഇപ്പോൾ ദ്വാപരയുഗം അതിൻ്റെ അവസാന ഘട്ടം. പറയണു ബ്രഹ്മാവ്, അങ്ങയുടെ വംശത്തിൽപ്പെട്ട സകലരും ഇപ്പോൾ മരിച്ചു കഴിഞ്ഞിരിക്കണു. ആരും തന്നെ ഇല്ല. ദൈത്യന്മാരൊക്കെ ഈ നഗരം കൈയടക്കി കഴിഞ്ഞിരിക്കണു. സോമവംശത്തിലെ ഒരു രാജാവാണ് ഇപ്പോൾ അവിടെ ഭരണം നടത്തുന്നത്. ഉഗ്രസേനൻ എന്ന വിഖ്യാതനായ ഒരുവനാണ് മധുരാധിപതി. യയാതിയുടെ വംശനായ അദ്ദേഹമാണ് ഇപ്പോൾ മധുരയിലെ രാജാവായിട്ടിരിക്കുന്നത്. ഉഗ്രസേനൻ്റെ പുത്രനായ കംസൻ സുരദ്വേഷി, അതായത് ദേവന്മാരുടെ ദ്വേഷിയും മഹാബലവാനുമാണ്.
ആ കംസനാവട്ടെ പിതാവിനെ കാരാഗൃഹത്തിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. രാജാക്കന്മാരിൽ വെച്ച് മതോന്മത്തനായ ശക്തിമാനായ അവൻ സ്വന്തം ഇഷ്ടത്തിനാണ് രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് ഭാരം താങ്ങാനാവാതെ വിഷമിച്ച ഭൂമി എന്നെ ശരണം പ്രാപിക്കുകയുണ്ടായി. ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ ഭരണം കൊണ്ട് വളരെ ദുഃഖിതയായിരുന്നു ഭൂമി. അതുകൊണ്ട് ദേവശ്രേഷ്ഠന്മാരെല്ലാവരും കൂടി അംശാവതാരത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു. അത് നിമിത്തം നാരായണ മുനി ദേവരൂപിണിയായ ദേവകിയിൽ കമലലോചനനായ വാസുദേവകൃഷ്ണനായിട്ട് അവതരിച്ചു. ധർമ്മൻ്റെ പുത്രനും സനാതനുമായ നാരായണമുനി നരനോടുകൂടി ഗംഗാതീരത്തുള്ള പുണ്യമായ ബദരികാശ്രമത്തിൽ അതിഘോരമായ തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട്. യദുകുലത്തിൽ അവതരിച്ച വാസുദേവനും വിശ്രുതനായി ആ ദേവകീപുത്രനായിട്ടുള്ള വാസുദേവനായിട്ടുള്ള കൃഷ്ണനാണ് പാപിയായിട്ടുള്ള ഉഗ്രസേനപുത്രനായ ഈ കംസനെ വധിച്ചിട്ടുള്ളത്. അങ്ങനെ ദുഷ്ടനായിട്ടുള്ള കംസനെ വധിച്ച രാജ്യം ഉഗ്രസേന മഹാരാജാവിന് നൽകുകയും ചെയ്തു. കംസൻ്റെ ശ്വശുരനും പാപിയും ബലവാനുമായിട്ടുള്ള ജരാസന്ധൻ മധുരയെ ആക്രമിക്കാനായിട്ട് പല പ്രാവശ്യം വരികയുണ്ടായി. കൃഷ്ണനുമായിട്ട് യുദ്ധം ചെയ്തു. മഹാബലവാനായിട്ടുള്ള ജരാസന്ധനെ കൃഷ്ണൻ യുദ്ധത്തിൽ പരാജിതനാക്കി. പിന്നീട് അവൻ കാലയവനൻ എന്ന സൈന്യത്തിനെ സമേതം യുദ്ധത്തിന് നിയോഗിച്ചു. മഹാശൂരനായിട്ടുള്ള യവനരാജാവ് സൈന്യങ്ങളോടുകൂടി യുദ്ധത്തിന് വരുന്നുണ്ട് എന്ന് കേട്ട് കൃഷ്ണനാവട്ടെ മധുര വിട്ട ദ്വാരകയിലേക്ക് പോയി. ആ പട്ടണത്തെ കൂടെയുണ്ടായിരുന്ന ദേവശില്പികളെ കൊണ്ട് കോട്ടകളും മറ്റുമുള്ള മനോഹരമായിട്ടുള്ള നഗരമാക്കി പണിയിപ്പിച്ചു. അതിനുശേഷം പ്രതാപവാനായിട്ടുള്ള വാസുദേവൻ ഉഗ്രസേന മഹാരാജാവിനെ അവിടെ രാജാവാക്കി വാഴിച്ചു. യദൂത്തമനായിട്ടുള്ള കൃഷ്ണൻ യാദവരെ ദ്വാരകയിൽ മാറ്റിപ്പാർപ്പിച്ചു. ആ വാസുദേവൻ ബന്ധുക്കളോടുകൂടി ഇപ്പോൾ ദ്വാരകയിലാണ് വസിക്കുന്നത്. ഈ കൃഷ്ണൻ്റെ ജ്യേഷ്ഠനാണ് ഹലായുധമായിട്ടുള്ള വിഖ്യാതനായിട്ടുള്ള ബലദേവൻ അഥവാ ബലരാമൻ. ശേഷൻ്റെ അവതാരവും മുസലിയുമായ ആ വീരൻ, മുസലം എന്ന് പറഞ്ഞാൽ ഉലക്ക ആയുധമായി കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വീരൻ അങ്ങയ്ക്ക് സമ്മതനായ വരനായി വരും. അങ്ങയുടെ ഈ സുന്ദരിയായ കന്യയെ സംഘർഷണനായിട്ടുള്ള ബലരാമന് നൽകിക്കോളൂ. വിവാഹ വിധി അനുസരിച്ച് ബലഭദ്രന് രേവതിയെ നൽകിയതിനു ശേഷം മനുഷ്യർക്ക് കാമപ്രദവും പാവനവും ദേവോദ്യാനവുമായ ബദരികാശ്രമത്തിലേക്ക് അങ്ങ് തപസ് ചെയ്യാൻ പൊയ്ക്കോളൂ എന്ന ഉപദേശമാണ് ഇവിടെ ബ്രഹ്മാവ് രേവതിന് കൊടുക്കുന്നത്. അപ്പോൾ കഥകളെ സംക്ഷിപ്തമായിട്ട് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. കുറച്ച് വ്യത്യാസങ്ങളുമുണ്ട്. ജരാസന്ധനെ യവനനെ മുജുകുന്ദനെ കൊണ്ട് വധിപ്പിച്ച് പിന്നീടാണ് വിശ്വകർമാവിനെ കൊണ്ട് ദ്വാരകാപുരി നിർമ്മിച്ച് ബ്രാഹ്മണരുടെ വാക്കിനെ സത്യമാക്കാനാക്കിക്കൊണ്ട് ദ്വാരകയിൽ നിന്നും ജ്യേഷ്ഠനോടുകൂടി പലായനം മധുരയിൽ നിന്നും ജ്യേഷ്ഠനോടുകൂടി പലായനം ചെയ്ത് ദ്വാരകാപുരിയിലേക്ക് പോയത് എന്നൊക്കെയാണ് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ സ്വല്പം വ്യത്യാസമായിക്കൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കണു. ആ യവനനെ മുജുകുന്ദനെ കൊണ്ട് വധിച്ച കഥയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. യവനനുമായിട്ടുള്ള സൈന്യത്തിനെ കൂട്ടുപിടിച്ച് വന്ന സമയത്ത്
ജരാസന്ധൻ വന്ന സമയത്ത് പലായനം ചെയ്തു എന്നാണ് പറയണത്. സമുദ്രത്തിൻ്റെ നടുവിൽ ഉണ്ടായിരുന്ന ഒരു നഗരിയെ ശില്പികളെ കൊണ്ട് വീണ്ടും പണിയിപ്പിച്ചെടുത്തു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്പസ്വല്പം വ്യത്യാസങ്ങൾ പുരാണങ്ങളിലുണ്ടാവും. അതിതുവരെ പല കഥകളിലും നിങ്ങൾ കേട്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയ വ്യത്യാസം എവിടെയും അനുഭവപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും കഥ തുടർന്നുകൊണ്ട് നാളെ പോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് മഹാദേവ്യൈ നമഃ.